റോമാലേഖനം 8-ാം അധ്യായം 26-27. അതിന് മുമ്പ് എല്ലാവരും ഇന്ന് മിക്ക 7:6-7. അരക്ക് കീഴ്പോട്ട് അസ്വസ്ഥത, ബലക്കുറവ്, കാലിന് പ്രയാസം. 2-3 വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സൗഖ്യത്തിന് വേണ്ടി വിശ്വാസത്തോടെ കൈവർത്തുക. അരക്ക് കീഴ്പോട്ട്, മരവിപ്പോ അല്ലെങ്കിൽ താഴോട്ട് ഇല്ലാത്ത പോലെ തോന്നുന്നു, കാലിന് പ്രയാസം അല്ലെങ്കിൽ ബലക്കുറവ്, അങ്ങനെയുള്ള നല്ലോണം കൈവക്കുകയും ഈശോയെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുത്തം കൊണ്ട് കഴിയണ ബലക്കുറവ്, അസ്വസ്ഥത, കർത്താവ് എസെക്കിയേൽ 2:2, എസെക്കിയേൽ 37:7 വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ സൗഖ്യം കിട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി, സ്തുതി. യേശുവേ ആരാധന. ദൈവമേ യേശുവേ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരമെന്ത് നൽകും ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. അതാ ഇത്തിരി പണി, പാടാൻ നല്ല സുഖമാണ് അല്ലേ? എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പാട്ടങ്ങ് പരലോകം വരെ എത്തും, പക്ഷേ ഹൃദയം എവിടെ ഇരിക്കും? ഹൃദയം ഇവിടെ തന്നെ ഇരിക്കും. ക്രിസ്തുലോ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊന്ന് ഇറക്കി തമ്പുരാന്റെ അടുത്തോട്ട് കൊടുക്കും. പഴയതും കൊണ്ടാച്ചനൊക്കെ എന്നും പറഞ്ഞ് കർത്താവ് കൈ നീട്ടി നിൽക്കുമ്പോൾ അവിടെ ഇരുന്നിച്ചാൽ മതി. അതൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് വിടാനും മാറാനും മാറ്റാനും പറ്റത്തില്ല. ആന്തരിക മുറിവുകളുള്ള വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ ഇരിക്കും. പ്രൈസിലോ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അമ്മായിയമ്മയുടെ അടി കിട്ടിയ മരുമോള് അമ്മായിയമ്മ ആവുമ്പോ അമ്മ പറയും, മോനോട് പറയും, ഇത് എനിക്കുണ്ടായ കഷ്ടപ്പാട് എന്തായാലും എൻ്റെ മരുമോക്ക് ഉണ്ടാകൂല. അത് ഞാൻ സത്യം 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 ശിവം സുന്ദരം എന്ന് പറഞ്ഞ് പറയും. പക്ഷേ ആ മരുമോളായിരിക്കും ഏറ്റവും കൂടുതൽ ആ അമ്മായിയമ്മയായ അവരായിരിക്കും ഞാനൊക്കെ അനുഭവിച്ച് വെച്ചത് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലെന്ന് പറയും. ജാമ്യം കൊടുക്കലാണ് നേരത്തെ പറഞ്ഞത്. പ്രൈസ്തലോ. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനുള്ള കാരണക്കാരി ആരായിരിക്കും? ഇവളായിരിക്കും എന്ന് നേരത്തെ പറയും. പ്രൈസ്തലോ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് ഇതാണ്, ആന്തരിക മുറിവുകളുള്ള വ്യക്തി എപ്പോഴും അത് വായോണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ആന്തരിക സൗഖ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നിറയുക. ദൈവസ്നേഹം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറയുക. റോമാലേഖനം 5:6 വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ നമ്മുടെ മക്കളൊക്കെ വയറ്റിൽ കിടന്ന അല്ലെങ്കിൽ അവർക്ക് ജന്മം കൊടുത്ത അവസ്ഥയിൽ നമുക്ക് എന്താ കുശുമ്പാണ്, വെറുപ്പാണ്, അഞ്ചടികാസക്തിയാണ്. എന്താ ഉണ്ടായത്? അവർക്ക് അതേ ഉണ്ടാവുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കല്യാണം കഴിച്ചു പോയത് കൊണ്ട് കല്യാണം കഴിച്ചു പോയി. പക്ഷെ ഇപ്പൊ ചെറുക്കൻ പറയുന്നത് അല്ലെ പെണ്ണ് പറയുന്നത്, പെൺപിള്ളേരുണ്ട് ഇപ്പൊ ധാരാളം കല്യാണം വേണ്ടെന്ന് പറയുന്നവരുടെ ലിസ്റ്റില്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ അപ്പൻ്റെ ഉമ്മയും അമ്മേനെ ചിലപ്പോൾ പേടിയില്ല, അപ്പനെ പേടിയാ. അതുകൊണ്ട് കല്യാണം നോക്കണുണ്ട്. ഇന്ന് കണ്ടുകിട്ടിയ കല്യാണം സെറ്റായി, കല്യാണം കഴിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചേച്ചി പറഞ്ഞതാ, ബാറിൽ വെച്ച എൻ്റെ അപ്പനും അയാളുടെ അപ്പനും കൂടി കല്യാണം ഉറപ്പിച്ചത്. ചെറുക്കന് ടാറ്റ കമ്പനി ജോലി പറഞ്ഞത്. ടാറ്റ കമ്പനി പോയിട്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോകും. അവിടെ കണ്ട് കളറുമേ പോയിരിക്കും. ജോലിക്ക് പോകണവർക്ക് ടാറ്റ കൊടുക്കണ പണിയാണെന്ന് പിന്നെ അറിഞ്ഞത്. പണ്ട് എന്താണ്ട് ടാറ്റ കമ്പനിയിൽ ഇത്തിരി ദിവസം പോയിട്ടുണ്ട്. എന്നിട്ട് ടാറ്റ കമ്പനി ജോലി എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തിയത്. ജോലിക്കേ പോകില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് മാത്രമല്ല, മരിക്കണവരെ അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ആങ്ങളെയും വീട്ടുകാരും എല്ലാം കൂടി അങ്ങനെ തട്ടിമുട്ടി ഈ പിള്ളേരെയൊക്കെ വളർത്തിയെടുത്ത്. പക്ഷേ ക്ഷമിക്കാതെ ഈ ചേച്ചി ഇങ്ങനെ ആശുപത്രി തോറും പ്രാർത്ഥന തോറും ഇങ്ങനെ കിടക്കും. ക്ഷമിക്കാൻ പറ്റില്ല, അയാളെ കൂടി കിടക്കാൻ പറ്റില്ല. സൗകര്യമൊക്കെ വന്ന് വീടും മുകളിലത്തെ മുറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചേച്ചി മുകളിലത്തെ മുറി കിടക്കും, ചേട്ടൻ താഴത്തെ മുറി കിടക്കും. പ്രൈസ് ദി ലോർഡ്. അവസാനം ചേട്ടൻ മരിക്കണില്ല, വലിച്ചു കിടക്കാൻ തുടങ്ങി. ഇന്ന് മരിക്കും, നാളെ മരിക്കും. ഒരുപാട് നാളായി ഇങ്ങനെ കിടക്കാം. അസ്ഥികൂടം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടാൽ പേടിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ചോദിച്ചു, എന്നിട്ട് ഇപ്പം എങ്ങനെ ആരാ ചേട്ടൻ്റെ കൂടെ കിടക്കുന്നത്? എൻ്റെ കൂടെ പ്രശാന്തത്തിന് വന്നിട്ടുണ്ട്. വേറെ കാര്യത്തിന് വേണ്ടി അച്ഛൻ വന്നപ്പോൾ കുമ്പസാരിപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ
കയറി. അപ്പൊ അച്ഛൻ ചോദിച്ച്, ഞാൻ ചോദിച്ചു, അതിന് മുമ്പേ ചോദിച്ചു അത് എങ്ങനെയാ. അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛാ, രോഗി ഒറ്റക്ക കിടക്കുന്നത്, രാത്രിയാകുമ്പോ ഇവര് മുകളിൽ പോയി കിടക്കും. പ്രൈസലോ, വർഷങ്ങളായി ഇയാള് ചാകാൻ വേണ്ടി ഇവര് പ്രാർത്ഥിച്ച് കാത്തിരിക്കണേ, മരിക്കണില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ. ഞാൻ പറഞ്ഞ ഒരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു. എന്ന് മാത്രമല്ല, ഞങ്ങൾ പോയി കഴിയുമ്പോ ചേച്ചി ഒന്ന് കയറി ആ കട്ടിൽമേ കയറി കിടന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ഒരു ഉമ്മ കൂടെ കൊടുത്തേക്കാൻ പറഞ്ഞു. കൊടുത്താ ഇല്ലെന്നറിയില്ല, ആ ഭക്ഷണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാൾ മരിച്ചു. പ്രൈസലോ, ഇഷ്ടമല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേർത്തത് ദൈവമാണ്. ആ നടന്ന സംഭവം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.